അതിലെന്താ സംശയം? ചെയ്യാത്ത തെറ്റ് ഞാൻ എന്തിനാ കേൾക്കണത്? ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കണത്? വേറെന്താ ചോദിക്കാനുള്ള? പ്ലീസ് ആസ്ക് മീ. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും താങ്കളെയും ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. See, I am a lawyer. Okay, I have to obey the court. I am in the condition of the judicial first class magistrate. Okay, magistrate എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല. I have to be obedient to the court. I cannot open my mouth without the permission of the court. I am in the custody of the court. I am in third party custody as of now. You know that? So at this moment what can I say to you? വക്കീലിന് കണ്ടീഷണൽ ബെയിലാണ് തന്നിട്ടുള്ളത്. സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. വക്കീലിനോട് ചോദിക്കുന്നത്, താങ്കൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ താങ്കൾ ആ കുട്ടിയെ ആക്രമിച്ചില്ല എന്ന് പറയുന്ന താങ്കളുടെ പേരെന്താ? എന്റെ പേര് അഖിൽ. ജനത്തിലെ മിസ്റ്റർ അഖിലെ, കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന കണ്ടീഷൻ പാലിക്കണം, ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്. ദെൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതേർഡ് അബൌട്ട് ദാറ്റ്. കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക. വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മൊമെന്റ് അതെനിക്ക് തന്നെ ആയിരിക്കും ദോഷം. ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ. ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ആം എ ഫ്രീ മാൻ. ടിൽ ദാറ്റ് ടൈം ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ഷുവർട്ടീസ്. സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത്. നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കോടതിയുടെ കാര്യം പറയണ്ട, കേസും പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് തിരുവനന്തപുരത്തെ. ഞാൻ എന്ത് പറയാനാ? മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ഹി നോസ് എവരിതിങ്. പ്ലീസ് ലെറ്റ് മീ ഗോ. അതിലെന്താ സംശയം? വൺസ് ഐ ആം ഇന്നസെന്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. അല്ല, ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ്. അത് താങ്കളുടെ സ്വാധീനം. I deny all those things. I don't know anything regarding that. നമസ്കാരം. ബെയ്ലി ദാസ്, തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായ സീനിയർ അഭിഭാഷകനായ ബെയ്ലി ദാസ് ഒരു പെൺകുട്ടിയെ, ജൂനിയർ അഭിഭാഷകയെ അടിച്ചു മുഖത്ത് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമിലി എന്ന് പറയുന്ന ജൂനിയർ അഭിഭാഷക രംഗത്ത് വരികയും അവരുടെ മുഖം ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഇന്നേ വരെ പൂർണ്ണമായി ആർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം, ഈ ശ്യാമിലി വളരെ പ്രിപ്പയർഡായിട്ട് ഈ ബെയ്ലി ദാസിനെ ആക്രമിക്കാൻ തയ്യാറായി ചെന്നതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഈ പറയുന്ന ശ്യാമിലി ഈ ബെയ്ലി ദാസിൻ്റെ അടുത്ത് കയറി ചെല്ലുന്ന ഇങ്ങനെ ബഹളമുണ്ടാക്കാനും അടിപിടി കൂടിക്കാനും കാരണമായിട്ടുള്ളത്, മുമ്പ് അവർ 3 വർഷം ഇവിടെ ജോയിൻ ചെയ്തിരുന്നു. അവർ കുറച്ചു കാലം ലീവായിരുന്നു. ഈ ബെയ്ലി ദാസുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഈ പറയുന്ന ശ്യാമിലി വന്നപ്പോൾ വേറൊരു ജൂനിയർ അഭിഭാഷക കൂടുതൽ അവിടെ സൗകര്യങ്ങൾ കിട്ടിയതായും കൂടുതൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നതായും ഇവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതായും മനസ്സിലാക്കുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില കയറിയിട്ടുള്ള ആക്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈഗോയിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവമാണ്. ഇതിന് പിന്നിൽ ബെയ്ലി ദാസിനെ കൃത്യമായി ആക്രമിക്കാൻ ക്ലിയർ ചെയ്തുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഈ ശ്യാമിലി വന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോടതിയിൽ ശക്തമായ രൂപത്തിൽ ഈ രൂപത്തിൽ തന്നെയാണ് ബെയ്ലി ദാസ് വാദിച്ചിട്ടുള്ളത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പത്രക്കാരെ കണ്ട് ഒരൊറ്റ ഒരുത്തനെയും വെറുതെ വിടുകില്ല, എന്നെ ജയിലടപ്പിച്ച, എന്നെ കള്ളക്കേസിൽ കുടുക്കിയ പ്രതികളെ ഞാൻ വെറുതെ വിടില്ല. അതേപോലെ കോടതിക്ക് മുമ്പിലാണ് ഞാൻ, കോടതിയുടെ ജാമ്യാര വ്യവസ്ഥയിലാണ് ഞാൻ പുറത്തു നിൽക്കുന്നത്. എനിക്ക് വാ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ കള്ളക്കേസിൽ കുടുക്കിയവരെ, എന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ ഞാൻ വെറുതെ വിടുകയില്ല. അതാണ് തുടക്കത്തിൽ തന്നെ ആ വീഡിയോ കൊടുത്തത്. ഒന്നുകൂടി ആ വീഡിയോ കാണാം. അതിലെന്താ സംശയം? ചെയ്യാത്ത തെറ്റ് ഞാൻ എന്തിനാ കേൾക്കണത്? ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കണത്? വേറെന്താ ചോദിക്കാനുള്ള? പ്ലീസ് ആസ്ക് മീ. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും താങ്കളെയും ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. See, I am a lawyer. Okay, I have to obey the court.
I am in the condition of the judicial first class magistrate. Okay. Magistrate എന്നെ തേർഡ് പാർട്ടി ബെയിലിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല. I have to be obedient to the court. I cannot open my mouth without the permission of the court. I am in the custody of the court. I am in third party custody as of now. You know that? So at this moment, what can I say to you? വക്കീലിന് കണ്ടീഷണൽ ബെയിലാണ് തന്നിട്ടുള്ളത്. സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. വക്കീലിനോട് ചോദിക്കുന്നത് താങ്കൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ താങ്കൾ ആ കുട്ടിയെ ആക്രമിച്ചില്ല എന്ന് പറയുന്ന താങ്കളുടെ പേരെന്താ? എന്റെ പേര് അഖിൽ. ജനത്തിലെ മിസ്റ്റർ അഖിലെ, കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന കണ്ടീഷൻ പാലിക്കണം, ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്. ദെൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതേഡ് അബൌട്ട് ദാറ്റ്. കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക. വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മൊമെന്റ് അതെനിക്ക് തന്നെ ആയിരിക്കും ദോഷം. ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ. ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ആം എ ഫ്രീ മാൻ. ടിൽ ദാറ്റ് ടൈം ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ഷുവർട്ടീസ്. സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത്. നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കോടതിയുടെ കാര്യം പറയണ്ട, കേസും പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് തിരുവനന്തപുരത്തെ. ഞാൻ എന്ത് പറയാനാ? മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ഹി നോസ് എവറിത്തിങ്. പ്ലീസ് ലെറ്റ് മീ ഗോ. അതിലെന്താ സംശയം? വൺസ് ഐ ആം ഇന്നസെന്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൂവ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. അല്ല, ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ്. അത് താങ്കളുടെ സ്വാധീനം. I deny all those things. I don't know anything regarding that. അതെ, ശ്യാംലി ദാസിനെതിരെ ശക്തമായ നടപടി മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുകളിൽ കൊണ്ടുവരുമെന്നും യാതൊരു പിന്നോട്ട് പോവില്ലെന്ന്, കേസിൽ ഞാൻ വിജയിക്കുമെന്നും എൻ്റെ ഭാഗത്താണ് ന്യായമെന്നും കൃത്യമായി ബെയ്ലി ദാസ് പറയുമ്പോൾ തീർച്ചയായും എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ പറയുന്ന ശ്യാമിലി കൃത്യമായി എന്തോ ഒരു മറച്ചു വയ്ക്കുന്നുണ്ട്. അവർ കരുതിക്കുട്ടി ആക്രമിക്കാൻ വന്നാൽ നമ്മൾ തിരിച്ചടിക്കില്ലേ? ഒരു രാത്രി ഒരാൾ അകത്ത് കയറി, നമ്മളെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ കിട്ടുന്ന ആയുധം വെച്ച് തിരിച്ചാക്രമിക്കില്ലേ? അതേപോലെ ഒരു കാര്യമാണ് ഇവിടെ നടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അധികം താമസിയാതെ ഇതെല്ലാം പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം.